സാധാരണ കൺവെൻഷണൽ പ്രൊസീജിയറിനൊക്കെ നമ്മൾ ചെയ്യുന്ന സോയാണ് ഉപയോഗിക്കുന്നത്. ഡോക്ടർ, ഈ കൺവെൻഷണൽ സർജറി അപേക്ഷിച്ച് ഈ റോബോട്ടിക് അസിസ്റ്റഡ് നീ റീപ്ലേസ്മെന്റ് കൂടുതൽ ടൈം എടുക്കുമോ, അത് ഈക്വൽ ടൈം ആണോ, ഡ്യൂറേഷൻ? അത് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഈ സർജന്റെ എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം സാധാരണ റെഗുലർ ആയിട്ട് കൺവെൻഷണൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർജൻ ആണെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ റോബോട്ടിക് സർജറി വരുമ്പോൾ കുറച്ചുകൂടി ഡിലേഡ് ആവും. ബിക്കോസ് ഇതിനകത്തിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഈ കൂടുതൽ എൻ്റെ ആക്യുറസിക്ക് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കും തോറും നമ്മൾ ഇത് ഡബിൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിനുവേണ്ടി ഉള്ള സമയം എക്സ്ട്രാ വരും. പിന്നെ അതുപോലെ ഈ സാധാരണ കൺവെൻഷണൽ പ്രൊസീജിയറിനൊക്കെ നമ്മൾ ചെയ്യുന്ന സോയാണ് ഉപയോഗിക്കുന്നത്. സോ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാൻ വേണ്ടി. ഇതിനകത്ത് ഈ ഒരു ബർ എന്ന് പറയുന്ന സാധനമാണ്. അത് റൊട്ടേറ്റ് ചെയ്ത് വരാനുള്ള സമയം കുറച്ചുകൂടി എടുക്കും. പക്ഷെ ആ സമയം കൂടുതൽ എടുക്കുന്നത് കൊണ്ട് പേഷ്യന്റ് എന്തെങ്കിലും പ്രോബ്ലം വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബർ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിനെ സാധാരണ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഈ ഹീറ്റ് ജനറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഈ മെഷീൻ ഇത് തണുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സലൈനെയും ഇത് ചെയ്ത് തണുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് സമയം കൂടിയത് കൊണ്ട് രോഗിക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള പ്രശ്നം വരുന്നില്ല, കുറച്ച് അഡ്വാൻറ്റേജസേ വരത്തുള്ളൂ. അപ്പം സമയം കൂടി കുറച്ചുകൂടെ സാധാരണ ഉള്ളതിൽ കുറച്ചുകൂടെ കൂടുതലാണ്.